നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ നാടുകടത്തൽ നടപടി ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനധികൃതമായി കുടിയേറുന്നത് അത് അമേരിക്ക എന്നല്ല, ഏത് രാജ്യത്തായിരുന്നാലും ഇനി ഇന്ത്യയുടെ സാഹചര്യം എടുത്താൽ പോലും തിരിച്ചയക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി എന്നാണ് നിരവധി ആളുകൾ ഇതേക്കുറിച്ച് രാഷ്ട്രതന്ത്ര വിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷം ശക്തമായി ഇതിനെതിരെ വാക്കുയർത്തുമ്പോൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അതിനുവേണ്ട ശരിയായ മറുപടി നൽകുമ്പോൾ അതിനെ അവഗണിക്കുകയും വലിയ പ്രതിഷേധം സംഘടിക്കുകയും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ശശി തരൂർ കൂടി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എത്തിയ 100-200 ആളുകളെക്കുറിച്ച് ആലോചിച്ചല്ല നിങ്ങൾ വിഷമിക്കേണ്ടത്. 7.25 ലക്ഷത്തോളം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് അമേരിക്കയിലേക്കുള്ളതെന്നും രേഖകളില്ലാത്തവരെ തിരിച്ചയക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടുകൂടി വായടപ്പിക്കുന്ന മറുപടി കോൺഗ്രസിന് നൽകുകയാണ്. അനധികൃതമായ അമേരിക്കയിലേക്ക് കുടിയേറിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ നാടുകടത്തിയ അമേരിക്കയുടെ നടപടിയെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. അതിനുള്ള മറുപടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നന്നായി തന്നെ നൽകുന്നു. അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ഇതാദ്യത്തെ സംഭവമായി ആര് തന്നെ കരുതരുത്. മുൻകാലങ്ങളിൽ തിരിച്ചയച്ചവരുടെ കണക്ക് നിരത്തിയാണ് അദ്ദേഹം ഇക്കാര്യം എടുത്തു പറയുന്നത്. ഓരോ വർഷവും 100 കണക്കിന് ഇന്ത്യക്കാരെ അനധികൃതമായി പ്രവേശിച്ചതിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്നും നാട് കടത്താറുണ്ട്. 2012 ഇവരുടെ എണ്ണം 530 ആയിരുന്നു. 2019 അത് 2000-ലധികമായി മാറിയതാണ് രാജ്യസഭയിൽ മന്ത്രി നൽകിയ മറുപടി. അതുകൊണ്ട് ഇത് ഇത്രയധികം വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചർച്ചയായി നിൽക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള നാടുകടത്തൽ ഒരു പുതിയ കാര്യമായി ആരും കരുതണ്ട. വർഷങ്ങളായി തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു രാജ്യത്തിന് മാത്രം ബാധകമായ നയമല്ല. അതുകൊണ്ട് അവിടേക്കുള്ള അനധികൃത കുടിയേറ്റത്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഈ പരിപാടി അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ചെയ്യേണ്ടത്. 2009 മുതൽ ഇന്ന് വരെയുള്ള കണക്കുകൾ അദ്ദേഹം വിശദമായി എണ്ണി പറഞ്ഞു. ഇന്ത്യക്കാരെ തിരിച്ചയച്ച രീതിയിൽ ഉൾപ്പെടെ വിവാദമായ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രി ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏത് രാജ്യത്ത് ആര് നടത്തിയാലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. നിയമവിരുദ്ധമായ അമേരിക്കയിൽ തങ്ങുന്നവരെ തിരിച്ചയക്കാനും അവരെ തിരിച്ച് സ്വീകരിക്കാനുമുള്ള ബാധ്യത അത് ഇന്ത്യക്കുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും വിലങ്ങിട്ടതായി അറിഞ്ഞിട്ടില്ല. അവർ ഒഴികെയുള്ളവർക്കാണ് വിലങ്ങിട്ടതായി അറിയുന്നത്. മുൻപ് കൊണ്ടുവന്നപ്പോഴും ഈ രീതിയിൽ തന്നെയായിരുന്നു കൈമാറ്റം നടത്തിയത്. കാരണം അനധികൃതമായി അവിടെ കുടിയേറുന്നവർ അമേരിക്കയുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് കുറ്റവാളികൾ തന്നെയാണ്. ഇന്ത്യക്കാരോട് ഒരു തരത്തിലും മോശമായി പെരുമാറിയിട്ടില്ല. കാരണം മോശം പെരുമാറ്റം പാടില്ല എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ അമേരിക്കയോട് വെച്ചതാണ്. അനധികൃത കുടിയേറ്റ ഏജൻസികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നാം ചെയ്യേണ്ടതെന്നാണ് എസ് ജയശങ്കർ പറയുന്നത്. പ്രതിപക്ഷ ബഹളം രൂക്ഷമായി മാറിയതോടെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അമേരിക്കയിൽ നിന്നും നാട് കടത്തിയവരെ നേരിട്ട് കൊണ്ടുവരാനായി ഇടപെട്ടില്ല എന്നായി ചോദ്യം. ഭീകരവാദികളെ പോലെ ഇന്ത്യക്കാരോട് പെരുമാറിയത് എന്തിനാണെന്നും രൺദീപ് സുർജേവാല ചോദിക്കുകയും ചെയ്തു. അവരെ മാനുഷികമായ രീതിയിൽ തിരികെ എത്തിക്കാൻ ഇന്ത്യയിൽ നിന്നും സൈനിക വിമാനമോ ചാർട്ടേഡ് വിമാനമോ ഒക്കെ തന്നെ അയക്കാനുള്ള സാധ്യതകളില്ലായിരുന്നേ എന്നാണ് പ്രതിപക്ഷം ചോദിച്ചത്. അമേരിക്കൻ തടവിൽ ഇനി എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും അതോടൊപ്പം തന്നെ കൊളംബിയ പോലെ ഒരു ചെറിയ രാജ്യം ചെറുത്തു നിന്നതുപോലെ ഇന്ത്യക്ക് എന്തുകൊണ്ട് ചെറുത്തു നിൽക്കാനായി സാധിച്ചില്ല എന്നുള്ള ചോദ്യവും ഉന്നയിച്ചു. ഇന്ത്യയുടെ അറിവോടുകൂടി തന്നെയാണ് അമേരിക്കൻ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തതും. ഇന്ത്യയുടെ സമ്മതമുണ്ടായിരുന്നു. പക്ഷേ കൊളംബിയ ചെയ്തതുപോലെ ഒരു വിഷയം ഇന്ത്യക്ക് ചെയ്യാൻ കഴിയാത്തതിൽ നിരവധി കാരണങ്ങളുമുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരുമായി ആദ്യ സൈനിക വിമാനം എത്തിയപ്പോൾ തന്നെ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് കൊളംബിയ അറിയിച്ചത്. യാത്രക്കാരെ കൈവിലങ്ങണിയിച്ചും പരസ്പരം ചങ്ങല കൊണ്ട് ബന്ധിച്ചും അമേരിക്കൻ സൈനിക വിമാനത്തിൽ കൊണ്ടുവരുന്നതിനെ ശക്തമായി തന്നെയാണ് അവർ എതിർത്തത്. അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തിറങ്ങാൻ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അനുമതി നൽകാതിരിക്കുകയും ചെയ്തു. തൊട്ടുപിറകെ കൊളംബിയയ്ക്ക് മേൽ 25% തീരുവ ഏർപ്പെടുത്തിയാണ് നികുതി ചുങ്കം ഏർപ്പെടുത്തിയാണ് അമേരിക്കയുടെ തിരിച്ചടിയും. ഇതോടെ വ്യോമസേനാ വിമാനങ്ങളിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ തിരികെ എത്തിക്കാനുള്ള സമ്മതം മൂളുകയായിരുന്നു കൊളംബിയൻ പ്രസിഡന്റ്. ഏറ്റവും ഒടുവിൽ മുട്ടുമടക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അമേരിക്കയിൽ നിന്നും നാട് കടത്തിയ 104 ഇന്ത്യക്കാരെ വഹിച്ചുള്ള അമേരിക്കൻ സൈനിക വിമാനം C-17 ഗ്ലോബ് മാസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് അമൃത്സറിൽ ഇറങ്ങിയത്. പക്ഷേ ഇതിന് പിറകെ നാട് കടത്തിയവരെ കൈവിലങ്ങണിയിച്ച് ചങ്ങല കൊണ്ട് പരസ്പരം ബന്ധിച്ച് വിമാനത്തിലിരുത്തി എന്ന് പറയുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. അതോടെ അമേരിക്ക കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയെന്നുള്ളത് ലോകവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടു. രാജ്യത്താകമാനം വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് അടക്കം ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ വായടപ്പിക്കാൻ ശശി തരൂർ MP തന്നെ ആദ്യം രംഗത്തെത്തി.
എക്സ് പോസ്റ്റിലൂടെ തന്നെ അദ്ദേഹം കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ വിവരിക്കുന്നുണ്ട്. അമേരിക്കൻ അതിർത്തി അനധികൃതമായി കടക്കാൻ നോക്കിയത് 1,70,000-ഓളം പേരാണെന്നാണ് ശശി തരൂർ പറയുന്നത്. ബൈഡൻ ഭരണകൂടം 1,100 പേരെയാണ് തിരിച്ചയച്ചിട്ടുള്ളത്. 2022 കണക്കനുസരിച്ച് 7,25,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ ഇത്രയധികം ആളുകൾ ഒരുപക്ഷെ തിരിച്ചെത്തിയേക്കാം. ഇന്ത്യക്കാരെ അമേരിക്ക സൈനിക വിമാനത്തിൽ തിരിച്ചയച്ചതിനെതിരെയുള്ള വിമർശനവും ശശി തരൂർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് അവരെ സാധാരണ വിമാനത്തിൽ തിരിച്ചെത്തിക്കാമായിരുന്നില്ലേ എന്നാണ് തരൂർ ചോദിച്ചത്. രേഖകളില്ലാത്തവരെ തിരിച്ചയക്കുന്നതിൽ യാതൊരുവിധ എതിർപ്പുമില്ല. അക്കാര്യവും തരൂർ വ്യക്തമാക്കുന്നുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്കായി ഇന്ത്യക്ക് സമ്മർദ്ദം ചെലുത്താനും സാധിക്കില്ല. അതും ന്യായമായ നയതന്ത്രപരമായ ഒരു നല്ല ബന്ധത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ബംഗ്ലാദേശികൾ അനധികൃതമായി ഉണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കാനുള്ള ബാധ്യത, അതിൻ്റെ അവകാശം അത് ഇന്ത്യക്കുണ്ട്, അതുപോലെ തന്നെ അമേരിക്കയ്ക്കും. അതുകൊണ്ട് അതിൽ കൈ കടത്താനായി ഇന്ത്യക്ക് സാധിക്കില്ല എന്നുള്ളത് വ്യക്തമായി തന്നെ ശശി തരൂർ പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ത്യക്കാരെ കൈകാര്യം ചെയ്ത രീതിയിലുള്ള വിമർശനം തന്നെയാണ് ശക്തമായി ഉയരുന്നത്. മറ്റ് കുറച്ചുകൂടി നല്ല രീതികൾ അമേരിക്കയ്ക്ക് സ്വീകരിക്കാമായിരുന്നില്ലേ എന്നുള്ളത് ന്യായമായ ഒരു ചോദ്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.